ഓക്കെ വാസു മാസ്റ്റർ, ഇവിടെ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അധികകാലം എതിരെ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ പിണറായി വിജയനെതിരെ ആവണം, ഇ.പി. ജയരാജനെതിരെ ആവണം, പി ജയരാജനെതിരെ ആവണം. ഈ 46 വർഷക്കാലത്തെ രാഷ്ട്രീയം അത് തന്നെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഇവരൊക്കെ നേരിട്ട് കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാറുണ്ടോ ഓക്കെ വാസു മാസ്റ്റർ? അതൊന്നും ഓർക്കുന്നില്ലല്ലോ, അത് കഴിഞ്ഞ കാലങ്ങളല്ലേ. എന്ന് പറഞ്ഞാൽ കെ ടി ജയകൃഷ്ണ കാലത്തൊക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ. അതെ, അത് പറഞ്ഞാൽ വാക്കുകളുടെ പരമാവധിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പി ജയരാജനെതിരെയൊക്കെ. അത് പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയ എതിരാളികളായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ പറയലോ. ഈ തെയ്യം കെട്ടുന്ന സമയത്ത് തെയ്യക്കാരനുണ്ടല്ലോ, തെയ്യം പിന്നെ ഈ എഴുത്തും ചമയങ്ങളെല്ലാം അണിഞ്ഞു കഴിഞ്ഞാൽ വാള് കിട്ടിക്കഴിഞ്ഞാൽ ഒറിയലോ. അതുപോലെയാണ് ഞങ്ങൾ പിന്നെ രാഷ്ട്രീയ എതിരാളികളാണ്. ഞങ്ങൾക്ക് സ്റ്റേജ് തന്ന് മൈക്ക് തന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഒരു ലിസ്റ്റ് തരും, ഇന്നെന്താ പോലെ ആൾക്കാരെ പറ്റി പറയണം, ഇന്ന് പറയണമെന്ന്. അത് വെച്ചിട്ട് ഞങ്ങൾ പറയും. അത്രയേ ഉള്ളൂ രാഷ്ട്രീയം, അത്രയുള്ള രാഷ്ട്രീയ പ്രബുദ്ധത, അത്രയാ പ്രബുദ്ധത ഉള്ളൂ. അത്ര മതി രാഷ്ട്രീയം എന്നാണ്. അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയം പല തലമുണ്ടല്ലോ. പക്ഷേ ഈ സംഘർഷവും മറ്റേ ഗ്രാമീണ മേഖലകളിലൊക്കെ ഉള്ള രാഷ്ട്രീയം ഈ രൂപത്തിലാണ്. ഹലോ ഓക്കെ വാസു മാസ്റ്റർ, ഇത് ഒരു നേതൃനിരയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഓക്കെ വാസു മാസ്റ്റർ പറയുന്നത്. ഇപ്പോൾ താങ്കൾക്ക് അതിൽ അറിവില്ല എന്ന് പറയുമ്പോൾ പോലും താങ്കൾ ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഒരുപാട് CPM പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. നേരെ തിരിച്ച് ഈ പക്ഷത്തും താങ്കൾക്കൊരു രക്തഹാരം പി ജയരാജൻ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ CPM-ലെ രക്തസാക്ഷി കുടുംബങ്ങൾ താങ്കളെ എങ്ങനെ കാണും എന്നൊരു ആലോചന ഉണ്ടായിട്ടുണ്ടോ? കാര്യം എനിക്കത് ആത്മവിശ്വാസം. ഓരോരുത്തരുടെ വീട്ടിൽ നഷ്ടമാകുമ്പോൾ വേദന അവനവൻ്റെ വേദനയാണത്. അതെ. അപ്പോൾ ഞാനത് പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പാർട്ടി സഖാക്കളുടെ മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി ഇരിക്കുന്ന മറ്റ് നേതാക്കന്മാരെല്ലാം ഉള്ള സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറി എന്നോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, സഖാക്കളെ, ഞാൻ നിങ്ങളെ ആരെയും ശാരീരികമായിട്ട് ആരെയും ആക്രമിച്ചിട്ടില്ല. എൻ്റെ നാവ് കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ കൈയടിച്ച് സിന്ദാബാദ് വിളിച്ചിട്ടില്ലേ? അതോടുകൂടി എൻ്റെയും അതുപോലെ തന്നെ സഖാക്കളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലേ? അവർക്കറിയാം ഞാൻ അങ്ങനെ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പം എന്തുകൊണ്ടാണ് ഓക്കെ വാസു മാസ്റ്റർ കെ ടി ജയകൃഷ്ണ സമയത്ത് ടാർഗറ്റ് നമ്പർ 1 ആവുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ പിന്നെ പറയാനാവില്ലല്ലോ. അത് അന്നത്തെ എതിർകക്ഷീൻ്റെ പിന്നെ ആലോചനയായിരിക്കുമല്ലോ, ഇയാൾ അറിഞ്ഞിട്ടാണെന്നുള്ളത്. അതുപോലെ മാം ബാസുവിൻ്റെ സംഭവം പതിന്നൂർ ചന്ദ്രൻ പ്ലാൻ ചെയ്തതാണെന്നാണ് മറുഭാഗത്തന്ന് പറഞ്ഞത്. പക്ഷെ പതിന്നൂർ ചന്ദ്രൻ സത്യത്തിൽ അത് അറിയയില്ല സംഭവം. കാരണം ചന്ദ്രനെ എന്നേക്കാളും RSSൻ്റെ ബന്ധമുള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ പ്രചാരകനായിപ്പോയ ആളാണ്. പ്രചാരകനായിപ്പോയി മടങ്ങി വന്നിട്ട് LICൻ്റെ ഏജൻസിയായി ഈ BJPയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ചന്ദ്രൻ പ്രവർത്തിക്കുന്ന സമയമാണ്. അതും ഞാൻ അന്ന് ഈ പാർട്ടീൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തുണ്ട്. ചന്ദ്രനോട് RSSൻ്റെ നേതാക്കന്മാർ ഒരു സൂചന കൊടുത്ത്, നിങ്ങൾ കൈവേലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ പോകണ്ട കുറച്ച് ദിവസം. അപ്പം മൂപ്പർ മനസ്സിലാക്കി, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇയാൾ ചൊക്ലി പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത് ചൊക്ലിയിലാണ്. ആ സംഭവം നടക്കുന്നതിൻ്റെ 3-4 ദിവസം തുടർച്ചയായിട്ട് ചന്ദ്രൻ ചൊക്ലിയിലെ ഒരു ടൈലറെ പിന്നെ കടയിൽ, ഭാസ്കരൻ്റെ കടയിലാണ്. മൂപ്പർ ആളുകളെ കാണും. മാമൻ ബാസും ചന്ദ്രനൊക്കെ നല്ല ബന്ധം തന്നെയാണ്. പക്ഷേ ഈ സംഭവം നടന്നത് മാമൻ ബാസുവിനെ വിളിച്ചപ്പോൾ ചന്ദ്രനാണ് പ്ലാൻ ഇട്ടത്. ചന്ദ്രൻ അവിടെ വന്നിട്ട് അടുത്ത കടയിൽ പുള്ളിയുണ്ട്. അതാണ് ചന്ദ്രനെ ടാർഗറ്റ് ചെയ്തിട്ട് ചന്ദ്രനെ പിടിക്കാനുള്ള സംഭവം അവിടെ ഉണ്ടായി.